ഹായ് ഫ്രണ്ട്സ്, രക്ഷാബന്ധനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സ്വീറ്റ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താലോ. കടലമാവ് ഉണ്ടെങ്കിൽ 1 കപ്പ് കടലമാവ് എടുത്ത് നല്ലതുപോലെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്ന ശേഷം അരിച്ച് വെച്ചിരിക്കുന്ന കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവും നെയ്യും കൂടെ നല്ലോണം ഒന്ന് മിക്സായി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കടലമാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. കണ്ടൻസ് മിൽക്ക് നല്ലോണം നമ്മുടെ മാവിലൊന്ന് മിക്സായി കിട്ടട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാല് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലും മാവൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വന്ന് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നെയ്യ് പുരട്ടി ഒരു പാത്രത്തിൽ ഇത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് കുറച്ച് ബദാമോ കാഷ്യൂനട്ടോ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. തണുത്ത ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.